ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നാറുണ്ട് അല്ലെ? പലരുടെയും ഒരു സങ്കടമാണ്, ഒറ്റപ്പെട്ടു പോയി, ഒറ്റയ്ക്കായി പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നറിയോ? നിങ്ങൾ ഒറ്റപ്പെട്ടത് കൊണ്ടല്ല, നിങ്ങളുടെ കൂടെയുള്ള ഏതോ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യർ ഒരുപാട് റോങ് ആയിട്ടുള്ള ചോയ്സസ് ആയി പോയി എന്നുള്ളത് കൊണ്ടാണ്. അവർ ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ള മനുഷ്യരായതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇവിടെ അവരെ കുറ്റം പറയലല്ല. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യുന്ന കുറച്ച് സർക്കിളാണ് നമ്മുടെ ചുറ്റുവട്ടത്തും ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബിഹേവ് ചെയ്യുന്ന നമ്മുടെ കൂടെ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റപ്പെട്ടതായിട്ട് തോന്നില്ല. ഏറ്റവും വലിയ സങ്കടം ജീവിതത്തിൽ എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒറ്റപ്പെടലല്ല, ഒരുപാട് പേരുണ്ടായിട്ടും, ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അതാണ് യഥാർത്ഥത്തിലെ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൽ വയസ്സായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കാം. പുതിയ പുതിയ ഹാബിറ്റുകൾ തുടങ്ങുക. നിങ്ങളുടെ സമയം എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് വെക്കുക. ബുക്കുകൾ വായിക്കാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം, മനുഷ്യരെ മനസ്സിലാക്കാം, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കി വെറുതെ പറച്ചിൽ ഒതുക്കരുത്, കേട്ട് കളയരുത്. ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ, നിങ്ങൾ ഉപേക്ഷിച്ചത് എന്താണോ, നിങ്ങളുടെ കഴിവുകൾ എന്താണോ, ഇതൊക്കെയും ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്കിതൊക്കെ ചെയ്യാനാകുമെന്നുള്ളൊരു ചിന്തയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കാം. ആ ചിന്ത യാഥാർത്ഥ്യമാക്കാൻ ആക്ഷൻസിലൂടെ കടന്നു പോവാം. ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഈ പറയുന്ന ഒറ്റപ്പെടലും ഒറ്റപ്പെടുത്തലും എല്ലാം മാറിക്കിട്ടും. എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ്. ആ ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? എല്ലാവരും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഒറ്റപ്പെടൽ അനുഭവിച്ചില്ലെങ്കിൽ ഇനി നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ ആ ഒറ്റപ്പെടലും എത്ര മനോഹരമാക്കി മാറ്റാം എന്ന് അത് ചിന്തിച്ച് യാഥാർത്ഥ്യമാക്കി മനോഹരമാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെ ആവട്ടെ ഓരോ ഒറ്റപ്പെടലും. ആരും ഒറ്റപ്പെടാതെ ഇരിക്കട്ടെ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖുഷ്. ഓൾവേസ് കീപ് സ്മൈലിംഗ്.